ടീം റിസോഴ്സിയോ ആക്ച്വലി 4 ദിവസത്തെ ഒരു ക്യാമ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഉള്ളിലെല്ലാവർക്കും ഒരു ടെൻഷനായിരുന്നു. എന്ന് വെച്ചാൽ ഇതെങ്ങനെ വീട്ടിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ വൈകുന്നേരം ഒരു 5 മണി വരെയൊക്കെ ഞങ്ങൾ ഓക്കെ എന്നുള്ള രീതിയിലേക്കായിരുന്നു. പക്ഷേ 5 കഴിഞ്ഞ് ഇത് 6, 7, 8 എന്നുള്ളൊരു ടൈം ലിമിറ്റിലേക്കും പോകണു എന്ന് കാണുമ്പോൾ ഉള്ളിലൊരു ഭയങ്കര ഒരു എങ്ങനെയാവും, എത്ര നേരം ബോറടിച്ചിരിക്കേണ്ടി വരും, ഇങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടും ചിന്തകളൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഉള്ളിൽ കൂടുതലായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിനെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഫസ്റ്റത്തെ സെഷൻ തുടങ്ങി ഇതിലേക്ക് എങ്ങനെ എത്തിപ്പെടാൻ പറ്റിയില്ല. ഞങ്ങളത് ശരിക്കും ഒരു ബ്ലെസ്ഡ് ആണെന്ന് തന്നെ വിചാരിക്കും. ഞങ്ങളുടെ സിസ്റ്റർ ആണെങ്കിലും ഞങ്ങളുടെ മാനേജ്മെൻറ്റ് ടീം ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു റിസോഴ്സിയോ എന്ന് പറയുന്ന ഒരു അവരെ ടീമിനെ ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഓരോ ദിവസവും ഞങ്ങളുടെ ഇൻറ്റെയിൻസ് എന്തൊക്കെയാണെന്നുള്ളതും ഞങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളുടെ ഞങ്ങളുടെ കുറവുകളെക്കുറിച്ചിട്ടും ഞങ്ങൾക്ക് ഇനിയും എന്തെല്ലാം അച്ചീവ് ചെയ്യണം, ഞങ്ങളുടെ ഗോൾസ് എന്തൊക്കെയാണ്, ഈ വക കാര്യങ്ങളെല്ലാം ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാനും ഞങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തെടുക്കാനും എവിടെയൊക്കെ ഞങ്ങളൊന്ന് ബാക്ക് ചെയ്ത് പോയിട്ടുണ്ടോ അവിടുത്തെ എല്ലാം മാറ്റി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാനും ഒക്കെ റിസോഴ്സിയോ ഓരോ റിസോഴ്സ് പേഴ്സൺസിനും കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ്. അതിലൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഓരോ ദിവസവും ഇപ്പം ചില സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്കും 2 ദിവസത്തെ പ്രോഗ്രാം ഇപ്പോൾ ഇന്നത്തേക്കായിട്ടുള്ള എന്നാൽ പോലും ഓരോ പ്രോഗ്രാം കഴിയുമ്പോഴും നമുക്ക് വളരെ ടയേർഡാവും. ഫിസിക്കലി, മെൻ്റലി അല്ല പറയുന്നത്, ഫിസിക്കലി. പക്ഷേ ഈ ഒരു ടീം ഞങ്ങളുടെ എന്താ പറയുക ഒരു കോവർക്കേഴ്സിൻ്റെ ആണെങ്കിലും അവരുടെ ഒരു സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഫോളോ ചെയ്യാനൊക്കെ ആണെങ്കിലും ടീം സ്പിരിറ്റ് എന്ന് പറയുന്നത് ഇതിൽ ഭയങ്കര ഒരു ഇത് തന്നെയായിരുന്നു. അപ്പോൾ ആ ടീമിൻ്റെ ഒരു ഗോൾ അച്ചീവ് ചെയ്യണം എന്നുള്ള ഇതിലൊക്കെ ഞങ്ങൾ മത്സരം മുറുകി ഞങ്ങളൊരു ഫിസിക്കലി ഉള്ളൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ മൈൻഡ് ചെയ്യാതെ അടുത്തൊരു മത്സരം വരുമ്പോൾ എത്രത്തോളം പോയിൻറ്റ്സ് നമുക്ക് അച്ചീവ് ചെയ്യണം അങ്ങനെയൊക്കെ ഉള്ളൊരു എന്താ പറയുക ഭയങ്കര ഒരു എന്താ പറയുക ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു ത്വര ഞങ്ങളിലേക്ക് കൂടുതലായിട്ട് എത്തിച്ചു തരാനും പിന്നെ ഞങ്ങളിലുള്ള കഴിവുകളെ കൂടുതലായിട്ടും പുറത്തേക്ക് എടുത്തു തരാനും ഒക്കെ ടീം റിസോഴ്സിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിലൊക്കെ ശരിക്കും വളരെ താങ്ക്ഫുള്ളാണ് ഞങ്ങൾ. ഇനിയും മുന്നോട്ട് ഇനി ഇങ്ങനെയുള്ളൊരു കോഴ്സ് ഞങ്ങൾക്ക് കിട്ടിയതിൽ തന്നെ വളരെ ബ്ലെസ്ഡ് ആണ്. പിന്നെ അത് തന്നെയല്ല ഇതിനൊക്കെ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ടും നന്ദി പറയുന്നു.